everyone, welcome to Disha Academy. അപ്പോൾ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു മെയിൻ എക്സാമിനേഷൻ ആയിരുന്നു RRB ALP എന്ന് പറയുന്നത്, റെയിൽവേയുടെ ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാം ഡേറ്റ്സ് ഒക്കെ ഓൾറെഡി അനൗൺസ്ഡ് ആയിരുന്നു. 25/11/2024 തുടങ്ങുമെന്നായിരുന്നു ഓൾറെഡി പറഞ്ഞത്. ഈ മാസം 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുമെന്നായിരുന്നു ഓൾറെഡി പറഞ്ഞിരുന്നത്. ആകെ 5 ദിവസമാണ് എക്സാമിനേഷൻ വരുന്നത്. 25, 26, 27, 28, 29 ഡേയ്സിനാണ് വരുമെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ആയിട്ട് നിങ്ങൾക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ എക്സാം സിറ്റി എവിടെയാണ്, അതായത് എക്സാം സ്റ്റേറ്റ് എവിടെയാണ്, എക്സാം സെൻറ്റർ എവിടെയാണ്, ഷിഫ്റ്റ് ഏത് ഷിഫ്റ്റിലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നതെന്നൊക്കെ ഉള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലിങ്ക് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർമാറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് എക്സാമിനേഷൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ. എക്സാമിനേഷൻ സിറ്റി എവിടെയാണെന്ന് അറിയുന്ന ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇന്നലെയാണ്. അത് 15/11/2024. അവരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ്സിന് 10 ദിവസം മുമ്പ് മാത്രമേ നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ആക്ടിവേറ്റ് ആവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അഥവാ ഇന്നലെ കയറി നോക്കിയവരാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 25-ാം തീയതി ആണ് നിങ്ങളുടെ എക്സാമിനേഷൻ. സ്റ്റാർട്ടിംഗ് ഡേറ്റിൽ തന്നെയാണ് എക്സാമിനേഷൻ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 15-ാം തീയതി, അതായത് ഇന്നലെ തന്നെ നിങ്ങളുടെ സിറ്റി അറിയാൻ പറ്റൂ. നിങ്ങൾക്ക് ഇന്നലെ നോക്കിയപ്പോൾ സിറ്റി അറിയാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരും ദിവസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഓപ്പൺ ആവുന്ന കാര്യം മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ എക്സാമിനേഷൻ 25-ാം തീയതി ആണെങ്കിൽ നിങ്ങളുടെ സ്ലിപ്പ് എന്ന് വരും 15-ാം തീയതി വരും. നിങ്ങളുടെ എക്സാമിനേഷൻ 26-ാം തീയതി ആണെങ്കിൽ നിങ്ങളുടെ സ്ലിപ്പ് എന്ന് വരും 16-ാം തീയതി, ഇന്ന് വരുമെന്നാണ്. നിങ്ങളുടെ എക്സാമിനേഷൻ 26-നാണ് നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ലിപ്പ് ഓപ്പൺ ചെയ്യുന്നത് 16-ാം തീയതി ആയിരിക്കും കേട്ടോ. ഇനി അടുത്ത 27-ാം തീയതി ആണ് നിങ്ങളുടെ എക്സാമിനേഷൻ ആണെങ്കിൽ 17-ാം തീയതി ഓപ്പൺ ആവും. 28-നാണ് നിങ്ങളുടെ എക്സാമിനേഷൻ ആണെങ്കിൽ 18-ന് ഓപ്പൺ ആവും. 29-നാണ് നിങ്ങളുടെ എക്സാമിനേഷൻ ആണെങ്കിൽ 19-ാം തീയതി ആയിരിക്കും നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ആക്ടിവേറ്റ് ആവുന്നത്. അതായത് അന്നായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്നാണ് നിങ്ങളുടെ എക്സാം സെറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവർ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ സിറ്റിയുടെ ഇൻറ്റിമേഷൻ ലിങ്കിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കും അവൈലബിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്ന കാര്യമെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഹെൽപ്പ് ഡെസ്കും അവൈലബിൾ ആണ്, സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പും അവൈലബിൾ ആണ്. കാരണം ഈ 10 ദിവസത്തിൻ്റെ ഗ്യാപ്പ് അവർ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ദൂര സ്ഥലങ്ങളിലാണ് കിട്ടുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഏത് RRB ആണ് നിങ്ങൾ വെച്ചതെന്ന് അറിയില്ല, അപ്പോൾ സോൺ ബേസ് വല്ലതും ആണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ബട്ട് അല്ല വേറെ സ്ഥലങ്ങളിലാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യം ട്രെയിൻ ടിക്കറ്റ് എങ്കിലും എടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ അറിയുന്നവരാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ എക്സാം സെറ്റ് അറിയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ ആ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു അശ്രദ്ധകളൊന്നും വരുത്താതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്ത് എന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ പഠിക്കുന്നവർ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം ഹെൽപ്പ് ഡെസ്കിൻ്റെ കാര്യം ഈ നോട്ടീസും ഒക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ലിങ്ക് അവൈലബിൾ ആവാത്തവരാണെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ നമ്മൾ ലിങ്ക് അവൈലബിൾ ആക്കിക്കോളാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറിയിട്ട് ലിങ്ക് ആക്ടിവേറ്റ് ആക്കുന്ന കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ കയറി സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.